അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പ്രഖ്യാപിച്ചു, ആയിഷ, മെൻസസിലുള്ള പെണ്ണിനെ തൊടുന്നത് കൊണ്ട് വിരോധമില്ല. മെൻസസിലുള്ള പെണ്ണിന് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമില്ല. മെൻസസിലുള്ള പെണ്ണിന് ഭാര്യയും ഭർത്താവും രാത്രി ഒന്നിച്ചു ഉറങ്ങുന്നതിനും തടസ്സമില്ല. മെൻസസിലുള്ള പെണ്ണിന് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നതിനും കുഴപ്പമില്ല. കുഴപ്പം ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, മാ ബൈന സുറത്തി വറുക്ബത്തി, അവരുടെ ശാരീരികമായി ബന്ധപ്പെടൽ ഹറാമാണ്, നിഷിദ്ധമാണ്. മെൻസസ് പീരീഡിലോ ഭാര്യയുമായി ഒരാൾ സംസ്കർഷ ബന്ധം പുലർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ കഠിനമായി വിരോധിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ മെൻസസിലുള്ള പെണ്ണുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവന്റെ മുഖത്തേക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ഇനി ഏതെങ്കിലും ഒരുത്തൻ മെൻസസിലുള്ള പെണ്ണുമായി ബന്ധപ്പെട്ടാൽ ആ സമയത്ത് പെണ്ണ് പ്രഗ്നന്റ് ആവില്ല. അബദ്ധത്തിൽ യാദൃച്ഛികമായി യാദൃച്ഛികമായി ഒരാൾ മെൻസസിലുള്ള സ്ത്രീയുമായി ബന്ധപ്പെട്ടു, അബദ്ധത്തിൽ അവളങ്ങ് ഗർഭിണിയായി എന്ന് വെക്കുക. ഗർഭിണിയാവാൻ പോടില്ല. മെൻസസ് പീരീഡിൽ പെണ്ണ് ഗർഭിണിയല്ല. മെൻസസ് കഴിഞ്ഞതിന്റെ ശേഷമാണ് പെണ്ണിന് ഗർഭിണിയാവാനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോഴൊക്കെ അന്നാദുറുക്കൽ അദമി എന്ന് പറഞ്ഞ പോലെ അപൂർവമായിട്ട് ചിലതൊക്കെ സംഭവിച്ചുകൂടായില്ലോ, തലതിരിഞ്ഞിട്ട് സംഭവിക്കാറുണ്ടല്ലോ എന്ന പോലെ ഒരാൾ മെൻസസിലുള്ള സമയത്ത് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടു, ആ ബന്ധപ്പെട്ടതിൽ അയാൾക്കൊരു കുട്ടി ജനിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കുട്ടി മന്ദബുദ്ധിയായി തീരും, ആ കുട്ടി വികലാംഗനായി തീരും, ആ കുട്ടി മന്ദബുദ്ധിയായി തീരും. അതുകൊണ്ട് മെൻസസിലുള്ള സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പാടില്ല. ആരാ പറയുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണിന് ഇസ്ലാമതം ഒരുപാട് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെൻസസുള്ള പെണ്ണ് നിസ്കരിക്കേണ്ടതില്ല. ഇസ്ലാമതം പറഞ്ഞു 5 വഖത്ത് നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ആണുപെണ്ണുങ്ങൾക്കും ഒരുപോലെ നിർബന്ധമാണ്. എന്നാൽ മെൻസസുള്ള പെണ്ണ് മെൻസസിന്റെ സമയത്ത് നിസ്കരിക്കേണ്ടവളില്ല. നിഫാസ് പ്രസവിച്ച പെണ്ണ് പ്രസവ രക്തമുള്ള സമയത്ത് അവൾ നിസ്കരിക്കേണ്ടതില്ല. ഈ 2 പീരീഡിലെ സമയത്തിലെ നിസ്കാരം അവൾ ഖളാ വീട്ടേണ്ടതില്ല, അവൾ മടക്കേണ്ടതില്ല. ഇത് ഇസ്ലാമതം പെണ്ണിന് കൊടുത്ത ആനുകൂല്യമാണ്. വേറെയും കുറെ ആനുകൂല്യം ഇസ്ലാമതം പെണ്ണിന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആനുകൂല്യം പെണ്ണിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളുടെ പട്ടികയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ലോകത്തെ ആനുകൂല്യം പെണ്ണിന് കൊടുത്തത് ഇസ്ലാമതമാണെന്ന് കണ്ടെത്താൻ കഴിയൂ. നിങ്ങൾ കണ്ടോ? ഇസ്ലാമതം അതാ പുരുഷനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പുരുഷനെ വിളിച്ചുകൊണ്ട് ഇസ്ലാമതം പറയുകയാണ്, ഭാര്യക്ക് ഭർത്താവ് കൊടുക്കേണ്ട കടമകൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒന്നാമത്തെ കടമ സുരക്ഷിതത്വമാണെന്ന് ഖാല റസൂലുള്ളാഹ്. അപ്പോഴല്ലേ ഗാർഹിക പീഡന നിയമമൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്? മോനെ ഇന്നലെ ടിവിയിലും പത്രങ്ങളിലൊക്കെ ഗാർഹിക പീഡന നിയമം, യാമിനി, തങ്കച്ചിയൊക്കെ വലിയ ചർച്ചയാണ്. പക്ഷേ ഗാർഹിക പീഡന നിയമം വളരെ നേരത്തെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം സുരക്ഷിതത്വമാണെന്ന് ഖാല റസൂലുള്ളാഹി. അത് അവളുടെ റൈറ്റ്, അവളുടെ അവകാശം. സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം പെണ്ണിന് ഭർത്താവിൽ നിന്ന്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടേണ്ടത് അവളുടെ താമസം ഭർത്താവ് കൊടുക്കൽ നിർബന്ധമാണ്. താമസം കൊടുക്കാൻ പോകുക അല്ല, സീറ്റ് മാറി വെരി ഗുഡ്. ഇനി ഒതുണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് പോകാം കേട്ടോ. അപ്പോ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? താമസം. ഭർത്താവ് വീടുണ്ടാക്കി കൊടുക്കണം ഭാര്യയ്ക്ക്, നിർബന്ധമാണ്. മൂന്നാമത് കിട്ടേണ്ടത് എന്താണ്? വസ്ത്രം. ഭാര്യയുടെ എല്ലാ വസ്ത്രവും ഭർത്താവിൻ്റെതായിരിക്കണം. ഭർത്താവായിരിക്കണം വസ്ത്രത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ചുമതല ഭർത്താവ് വഹിക്കണം. നാലാമത് ഭക്ഷണം.
ഭാര്യയ്ക്ക് വേണ്ട മുഴുവൻ ഭക്ഷണവും കൊടുക്കേണ്ടത് ഭർത്താവാണ്. ഭാര്യ എനിക്ക് കയ്യലുവാക്കണ്ട. അഞ്ചാമത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഇതൊക്കെ കൊടുത്തതിന്റെ പുറമെ പറഞ്ഞു ലൈംഗിക സമത്വം. ഇതൊക്കെ ഇസ്ലാം മതം പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഈ ബില്ലൊക്കെ മുഹമ്മദ് നബി എന്നോ മദീനയിൽ അവതരിപ്പിച്ച് പാസാക്കിയ ബില്ലാ മോനെ. എന്നിട്ടും നമ്മുടെ വനിതാ സംവരണ ബില്ലിൽ പെണ്ണിന് എത്ര സംവരണ കൊടുത്തത്? 40%. പ്രവാചകൻ കൊടുത്തതോ 101%. കേട്ടോ, നമ്മുടെ ബില്ല് ഇപ്പോഴും 40% സംവരണത്തിൽ നിൽക്കുകയാണ്. വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കിയ ബില്ല്. പ്രവാചകൻ 101% സംവരണ കൊടുത്തത്. അത് ഞാൻ പറയുമ്പോഴുള്ള കാൽക്കുലേഷൻ ചെയ്ത് കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പുറമെ ലൈംഗിക സമത്വം കൊടുക്കണം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ലൈംഗിക സമത്വം? എന്താ ഈ ലൈംഗിക സമത്വം? പ്രവാചകൻ അതിന് ഡെഫിനിഷൻ പറഞ്ഞു. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സമ്പൂർണമായ ലൈംഗിക സുഖം കിട്ടണം. കിട്ടണില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ അങ്ങോട്ട് ഡൈവേഴ്സ് ചെയ്യാം. കുടുംബ കോടതിയിൽ ഒന്നും പോണ്ട. ഇവിടുത്തെ നിയമപ്രകാരം നമ്മൾ കുടുംബ കോടതി പോകണുണ്ടോ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ നിയമം പാലിക്കണം ഇവിടുത്തെ മുസ്ലിങ്ങൾ. ഇത് ഞാൻ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞ, ഇസ്ലാം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഭർത്താവിൽ നിന്ന് ലൈംഗികമായിട്ട് സുഖം ഒരു പെണ്ണിന് കിട്ടണില്ലെങ്കിൽ ആ പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഭർത്താവിനെ ഖുൽഉ ചെയ്യാം. ഖുൽഉ എന്ന് പറഞ്ഞൊരു നിയമം ഇസ്ലാം മതത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന് ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ട് പതുക്കെ പടി പിടിച്ച് പുറത്താക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ പലരെയും പുറത്താക്കാത്തത് കേട്ടോ. പക്ഷെ അത് അങ്ങനെ അങ്ങ് പ്രൂവ് ചെയ്താലൊന്നും പറ്റൂല കേട്ടോ. കുറച്ച് കോംപ്ലിക്കേഷൻ ആ കേസ്. ഇസ്ലാമിലെ മതത്തിൽ അങ്ങനെ പുറത്താക്കണമെങ്കിൽ കാദിയുടെ മുമ്പിൽ കേസ് കൊടുക്കണം. കാദി ഭാര്യനെയും ഭർത്താവിനെയും വിളിക്കും. കാദി വിഷയങ്ങൾ പരിശോധിക്കും, പഠിക്കും. എന്നിട്ട് അതിന് ആർഗ്യുമെന്റ് ചെയ്തിട്ട് കാദി വിധി പറയണം. അല്ലാതെ സ്വയം അങ്ങോട്ട് വെറുതെ നാളെ പോലും നിങ്ങൾ വയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണാനല്ലേ ഫസഖ് പരസ്യം എന്ന് പറഞ്ഞൊരു പരസ്യം. ഫസഖ്, ഖുൽഉ, 2 ആനുകൂല്യം പെണ്ണിന് ഇസ്ലാം മതം കൊടുത്തിട്ടുണ്ട്. ആണിന്റെ കയ്യിൽ ആകെയുള്ള ഒരു തലാക്ക് മാത്രമേ ഉള്ളൂ. അത് കേരള പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് പോലത്തെ ഒരു സാധന. കേരള പോലീസിന്റെ കയ്യിൽ തോക്കുണ്ട്, പക്ഷെ വെടിവെക്കാനുള്ള ഓർഡർ ഇല്ല. ഉണ്ടോ? പോലീസിന്റെ കയ്യിൽ തോക്കുണ്ടായിട്ട് കാര്യമില്ല. വെടിവെക്കണമെങ്കിൽ തഹസിൽദാർ പറയണം, അല്ലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറയണം, അല്ലെങ്കിൽ മേലുന്ന ഉദ്യോഗസ്ഥന്റെ ഓർഡർ വരണം. അതല്ലേ വീരപ്പനെ പിടിക്കാൻ പോയ കേരള പോലീസുകാർ വേഗം തിരിച്ചു പോകുന്നത്. കാരണം അവിടെ ഓർഡർ കിട്ടുമ്പോഴേക്കും വീരപ്പൻ കാച്ചിക്കളയും സകലത്തിൽ. കാട്ടിന്റെ വനാന്തരത്തിൽ വയർലെസ് കിട്ടുന്നില്ല. വീരപ്പനെ കണ്ട വെടിവെക്കാനുള്ള ഓർഡർ ഇല്ല. പോകാനേ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. വീരപ്പനാണെങ്കിൽ ആരും നോക്കണം, ഓർഡറും ഒക്കെ എല്ലാം കണക്കൂട്ടിയിരിക്കുകയല്ലേ. അപ്പൊ നോക്കൂ നിങ്ങള്, ഞാൻ കേരള പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് പോലെയാണ് തലാക്ക് എന്ന് പറഞ്ഞ കാര്യം. തലാക്ക് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കണമെങ്കിൽ 4 കടമ്പ കഴിയണം. ഖുർആൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഫഇദൂഹുന്ന. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിപ്പോയ ആദ്യം ചെയ്യുന്നത് ഫഇദൂഹുന്ന. ഭർത്താവ് ഭാര്യയ്ക്ക് വിളിച്ചിട്ട് വയല് പറഞ്ഞു കൊടുക്കണം. വയല് പറഞ്ഞു കൊടുത്തിട്ടും ഭാര്യ നേരെയായില്ലെങ്കിൽ കിടപ്പറയിൽ വർജിക്കണം. വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ. ഭാര്യയും ഭർത്താവും 2 സ്ഥലത്ത് കിടക്കണം. ഒന്നിച്ച് ഭാര്യയുടെ കൂടെ കിടക്കരുത്. 2 സ്ഥലത്ത് കിടന്നിട്ടും ഭാര്യ നേരെയാവുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്രിബൂഹുന്ന ഐ ഗൈറ മുബർരിഹിൻ. പൊട്ടാത്ത രൂപത്തിൽ, വടുവാവാത്ത രൂപത്തിൽ, അടയാളമാവാത്ത രൂപത്തിൽ ചെറിയ ഒരു ശിക്ഷ അവൾക്ക് കൊടുക്കണം. ചെറുതായിട്ടൊക്കെ അടിക്കാം, വലുതായിട്ടൊന്നും ഒരു ചൂടാട്ട മോനെ ഖുർആൻ പറഞ്ഞു. ചെറുതായിട്ടൊരു ശിക്ഷ കൊടുക്കാം. അത് പൊട്ടാൻ പാടില്ല, കയ്യും കാലും ഓടിക്കാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല, മാർവിടത്തിൽ അടിക്കാൻ പാടില്ല, ചുണ്ടത്തടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുറമേയുള്ള അവയവങ്ങൾക്ക് കേടുപറ്റുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല. ചെറുതായിട്ടൊരു പ്രഹരം കൊടുക്കണം. എന്നിട്ടും അവള് നേരെയാവുന്നില്ലെങ്കിലോ ഖുർആൻ പറഞ്ഞു, അതാണ് ഇപ്പൊ സുപ്രീം കോടതിയും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പുരുഷന്റെ ഭാഗത്തു നിന്നൊരു മധ്യസ്ഥനെ പറഞ്ഞു വിടണം, പെണ്ണിന്റെ ഭാഗത്തു നിന്നൊരു മധ്യസ്ഥനെ പറഞ്ഞു വിടണം. 2 മധ്യസ്ഥന്മാര് തമ്മിൽ കോംപ്രമൈസ് ടോക്ക് ചെയ്യണം. കോംപ്രമൈസ് ടോക്ക് പരാജയപ്പെട്ട് ചീറ്റിപ്പോയാൽ 4ാമത് ഇസ്ലാം പറഞ്ഞു അവിടെയാണ് തലാക്ക് പാടുള്ളൂ. അങ്ങനെ തലാക്ക് ചെല്ലുന്നത് തന്നെ അല്ലാഹുക്ക് ഏറ്റവും ദേഷ്യമുള്ള സംഗതിയാണെന്ന് കാല റസൂലുള്ളാഹി. അല്ലാതെ ഓടി ചെന്നിട്ടൊരു പെണ്ണിനെ അങ്ങ് തലാക്കിയല്ല ഇസ്ലാം മതത്തിൽ പറ്റൂല. പക്ഷെ ഇപ്പൊ നമ്മുടെ ആളുകൾ ചെയ്യുന്നത് മുഴുവൻ സംതിങ് റോങ്ങാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തലാക്ക് പിടിച്ചോ. പോസ്റ്റ് വഴി തലാക്ക്, പള്ളി കമ്മിറ്റിക്ക് തലാക്ക്.
മിസ്യൂസ് ചെയ്യാൻ, നിയമം മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ഇസ്ലാമിനെ കുരിശിൽ തറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ കറക്റ്റ് ആയിക്കൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകിയത് ഇസ്ലാമാണെന്ന് കാണാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ലൈംഗിക സമത്വം പെണ്ണിന് കൊടുക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആ വിധി എങ്ങനെ നടപ്പാക്കിയതെന്നറിയോ? മദീനത്തെ പള്ളിയില് അള്ളാന്റെ റസൂൽ ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബിങ് കടന്നു വന്നു. മോനെ, നിനക്ക് ഒതുർക്കാരെയോ? മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ ഒരു സഹാബിങ് കടന്നു വന്നു. ആ സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ല, ഒരു പെണ്ണുങ്ങ് കടന്നു വന്നു, സഹാബിച്ചിയായ ഒരു പെണ്ണുങ്ങ് കടന്നു വന്നു. ആ പെണ്ണ് കടന്നു വന്നിട്ട് വിരിയുടെ മറവിൽ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കംപ്ലൈന്റ് പറയാണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ കംപ്ലൈന്റ് പെണ്ണെ? ആ പെണ്ണ് പറഞ്ഞു, നബിയേ, എനിക്ക് പറയാനുള്ള കംപ്ലൈന്റ് എന്റെ ഭർത്താവിനെ പറ്റിയാണ്. എന്റെ ഭർത്താവ് ഷണ്ടനാണ്. അയാളുടെ പക്കൽ നിന്ന് എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, താമസം കിട്ടുന്നുണ്ട്, ചെലവിന് കിട്ടുന്നുണ്ട്, സുരക്ഷിതത്വമുണ്ട്. പക്ഷേ അയാൾ ലൈംഗിക ബന്ധത്തിന് പറ്റുന്നവനല്ല, അയാൾ ഷണ്ടനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരക്ഷരം മിണ്ടുന്നില്ല. ആ സമയത്ത് ഈ പെണ്ണ് തിരുത്തിരിക്കുന്ന തുണിയുടെ തലപ്പ് റസൂലുള്ളാഹിക്ക് മറവിൽ നിന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവിന്റെ ലൈംഗികാവയവം ഈ തുണിയുടെ തലപ്പ് പോലെയാണ്, അശല്ലാണ്. അറബിയിൽ പറഞ്ഞു പോയാൽ കുഴഞ്ഞു പോയവനാണ്, തളർച്ച പറ്റിയവനാണ്. അവനുമായി ലൈംഗിക വീഴ്ച നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് ഡൈവേഴ്സ് കിട്ടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലാകുന്ന കുടുംബ കോടതിയിലെ ജഡ്ജാകുന്ന മുഹമ്മദ് നബി വിധി പ്രഖ്യാപിക്കപ്പെട്ടു പോയി. നിനക്ക് ലൈംഗികമായ സുഖം തരുന്നതിൽ നിന്റെ ഭർത്താവ് പരാജിതനാണെങ്കിൽ നിനക്ക് അവനെ അങ്ങ് ഡൈവേഴ്സ് ചെയ്യാം. ഖുൽ എന്ന് പറയുന്ന നിയമപ്രകാരം ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിനൊരു നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കിക്കോ പെണ്ണേ. ലോക ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു പെണ്ണിന് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള പ്രൊവിഷൻ വെച്ചു കൊടുത്ത മതം ഇസ്ലാം മതമാണ്. ഏതെങ്കിലും മതത്തിൽ ഭർത്താവിന് പെണ്ണിനെ ഒഴിവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാം മതത്തിൽ 2 പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിന്റെ പേരാണ് ഖുൽഅ, രണ്ടിന്റെ പേരാണ് ഫസ്ഖ്. ഭർത്താവിൽ നിന്ന് നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ചെലവ് കിട്ടാതെ വന്നാൽ, ഭർത്താവ് നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ഭാര്യയുമായി ബന്ധപ്പെടാതെ വന്നാൽ അവൾക്ക് ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കാതെ തന്നെ ഒഴിവാക്കാനുള്ള നിയമമാണ് ഫസ്ഖ്. ആ പരസ്യമാണ് നമ്മൾ കോടതി വിധി പത്രങ്ങളിൽ കാണാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം മതം പെണ്ണിന് എല്ലാ സുരക്ഷിതത്വവും നൽകി, ഇസ്ലാം മതം പെണ്ണിനെല്ലാ ആനുകൂല്യവും നൽകി, ഇസ്ലാം മതം പെണ്ണിനെല്ലാ അന്തസ്സും നൽകി.